Hello and welcome to yet another episode of AV Tiles and Sanitary Kollam. Kollat's number one tile shop. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു വാട്ടർ പ്രൂഫിങ്ങിനെ കുറിച്ച്. അതായത് ബാത്റൂമിന്റെ ലീക്കേജ് എങ്ങനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ ബാത്റൂംസിൽ ടൈൽ ഒട്ടിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ വീഡിയോ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട് അതിന്റെ ഇൻസ്റ്റാഗ്രാം റീൽ ഇന്നും ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ള ഇൻസ്റ്റാഗ്രാം ലീഡാണ്. ഓൾമോസ്റ്റ് 50,000 വ്യൂസിലേക്ക് പോകുന്നു. ഇന്ന് നമ്മുടെ കൂടെ സജി ഉണ്ട്. സജി ഒരു എക്സ്പീരിയൻസ്ഡ് ടെക്നീഷ്യൻ ആണ്. സജി ഒരുപാട് നല്ല കോൺട്രാക്ടേഴ്സിന്റെ ആർക്കിടെക്ട്സിന്റെയും കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ബാത്റൂംസ് എസ്പെഷ്യലി സജിയുടെ ഒരു സ്ട്രോങ് പോയിന്റ് ആണ്. ബാത്റൂംസ് എങ്ങനെ ലീക്ക് പ്രൂഫ് ആക്കാം, ബാത്റൂംസ് എങ്ങനെ നല്ല രീതിയിൽ ഒട്ടിക്കാം, അതിൻ്റെ ടെക്നിക്കലും എസ്തെറ്റിക് സൈഡും വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു ഇൻഡിവിജ്വൽ ആണ്. എൻ്റെ വളരെ കാലത്തായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. അപ്പോൾ ഇന്ന് സജി ഇവിടെ ഉണ്ട്. അന്ന് കണ്ട വീഡിയോയ്ക്കകത്ത് ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും പുതിയ ഇൻസൈറ്റ്സ് തരാൻ വേണ്ടിയിട്ടുമാണ് ഇന്ന് നമ്മൾ സജിയെ കൂട്ടിയിരിക്കുന്നത്. അപ്പം സജി, വെൽക്കം ടു ദ ഷോ. അപ്പോൾ നമ്മൾ കണ്ട ആ വീഡിയോയ്ക്കകത്ത് നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് ഞാൻ ഓരോ പോയിന്റ്സ് പറയാം. അപ്പോൾ ആ പോയിന്റ്സ് വെച്ച് നമുക്കിത് തുടങ്ങാം. ഞാൻ പറഞ്ഞ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ടൈലിനകത്ത് ബാത്റൂമിൽ ടൈൽ ഒട്ടിക്കുമ്പോൾ അതിൻ്റെ എവിടെയൊക്കെ ജോയിൻസ് ഉണ്ടോ ആ ജോയിൻസ് എല്ലാം നമ്മൾ എപ്പോക്സി ചെയ്യണം. എസ്പെഷ്യലി അതിൻ്റെ ഈ കോർണേഴ്സ് പോലും വെർട്ടിക്കൽ കോർണേഴ്സും ഹൊറിസോണ്ടൽ കോർണേഴ്സും ചെയ്യണം. അതിനകത്ത് എന്തെങ്കിലും സജിക്ക് ആഡ് ചെയ്യാനുണ്ടോ? ഫസ്റ്റ് നമ്മൾ പറയുന്നത് സാർ, ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് നമ്മൾ ഒരു ബാത്റൂം ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ബാത്റൂമിന്റെ വാള് ഫ്ലോർ ഫുള്ള് കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്യണം. കാര്യം നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ ആ വീട്ടിലെ വർക്കിന്റെ ഒരു ഇതിലെന്ന് വെച്ചാൽ പുട്ടിയുടെ പൊടി ഉണ്ടാവും, ഈ വുഡിന്റെ പൊടി ഉണ്ടാവും, അങ്ങനെ പല പൊടിപ്പടലങ്ങളും ഓൾറെഡി ഉണ്ടാവും. പിന്നെ അതേപോലെ കോൺക്രീറ്റുകൾ ഈ തള്ളി പ്രൊജക്ട് ചെയ്ത് നിൽപ്പുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഈ വാളിൽ പ്ലാസ്റ്റ് ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന ഈ ലെവൽ ഡിഫറൻസുകൾ ഇതെല്ലാം നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാം. ഒന്ന് അതിന്റെ സർഫേസ് കറക്റ്റ്, സർഫേസും ടൈലിന്റെ സർഫേസും ക്ലീൻ ചെയ്യാം. അതെ, വാളും ഫ്ലോറും ക്ലീൻ ചെയ്തിരിക്കണം. എന്നിട്ട് ലെവൽസ് കറക്റ്റ് ആക്കി നോക്കണം. ഇപ്പൊ നമ്മൾ പറയുന്ന അഡസീവിന്റെ അളവ് ക്വാണ്ടിറ്റി ഒക്കെ പറയുന്നത് വാൾ കറക്റ്റ് ആണെന്നില്ല. ഇന്ന് 90% വീടുകളിലും 98% വീടുകളിലും ഈ പറഞ്ഞ കണക്ക് വാൾ കറക്റ്റ് ആയിരിക്കത്തില്ല. വാൾ ലെവലായി അതെ, 0 ഡിഗ്രി ലെവൽ ആയിരിക്കില്ല. അപ്പോൾ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മളൊരു ടോയ്ലറ്റിൽ വർക്ക് കഴിഞ്ഞ് നമ്മൾ ടോയ്ലറ്റിൽ നോക്കി കഴിഞ്ഞാൽ ഈ വാൾ ഈ ചരിവ് ഫീൽ ചെയ്യും. ഒരു ടൈലിന്റെ ലെങ്ത് ഇത് വെച്ച് നോക്കുമ്പോൾ ഒരു സൈഡിലോട്ട് മറിഞ്ഞ് നടക്കുന്ന ഫീൽ ചെയ്യും. അതൊന്നും വെച്ചാൽ ഈ വാളിന്റെ പ്ലാസ്റ്റിക്കിന്റെ കംപ്ലൈന്റ് കൊണ്ട് സംഭവിക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, അപ്പോൾ അത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ റിമൂവ് ചെയ്ത് കറക്റ്റ് ലെവൽ ചെയ്തതിന് ശേഷം വേണം നമ്മൾ വാൾ ഒട്ടിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇതിനകത്ത് ഈ വാളിൽ നമ്മൾ കൂടുതൽ അഡസീവ് ചേർക്കേണ്ടി വരും. കൂടുതൽ അഡസീവ് ചെയ്യുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രഷർ ബാക്കിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ ഇതിൽ ഒരു ജാക്ക് ഹാമർ വെച്ച് ഇപ്പൊ ആണി അടിയൊന്നും ഇല്ല പണ്ടൊക്കെ കാലത്ത്. ഇപ്പൊ എല്ലാം ഡ്രില്ലിംഗ് ആണ്. അപ്പൊ ഈ ഡ്രില്ല് ചെയ്യുന്ന സമയത്തെല്ലാം ജാക്കിലാണ് ഡ്രില്ല് ചെയ്യുന്നത്. അപ്പൊ ഇത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ സാധനം ഓൾറെഡി ഇങ്ങോട്ട് ഇളകാൻ. അപ്പൊ കൂടുതലും നമ്മൾ 90% ഇന്നുള്ള മെറ്റീരിയലുകളെല്ലാം വലിയ സൈസ് ടൈലുകളെ ഉപയോഗിക്കുന്നത് കൊണ്ട് എല്ലാം അഡസീവിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരിക്കലും നമ്മൾ സിമെന്റ് യൂസ് ചെയ്യുകയും ചെയ്യില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ മാക്സിമം കുറഞ്ഞ ഒരു പേസ്റ്റ് അളവിൽ വേണം ഇത് വാൾ ചെയ്യാൻ. അതുകൊണ്ട് ഭിത്തി ആദ്യം ലെവൽ ചെയ്തിരിക്കണം. ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ഏറ്റവും ആൾക്കാരുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ വാട്ടർ പ്രൂഫിങ് അവർ ഫുള്ളാ ചെയ്യും. അത് ഞങ്ങൾ വീഡിയോ പറഞ്ഞ മൂന്നാമത്തെ പോയിന്റ് ആണ്. അതായത് വാട്ടർ പ്രൂഫിംഗ് ഞങ്ങൾ പറഞ്ഞ 2 അടി വരെ ചെയ്യാവൂ, 2 അടിക്ക് മേളിലോട്ട് വാട്ടർ പ്രൂഫിംഗ് ചെയ്യരുത്. അതെ. ഇതെന്താ വെച്ചാല് ഫ്ലോറിൽ നിന്നും 2.5 അടി ഹൈറ്റിൽ ഒരു കോട്ട് വെർട്ടിക്കലും ഒരു കോട്ട് ഹൊറിസോണ്ടലും അടിക്കേണ്ട കാര്യമേ ഉള്ളൂ. പിന്നെ കൺസീൽഡ് പോയിരിക്കുന്ന പൈപ്പുകളുടെ ലൈനിലേക്ക് മാത്രം നമ്മൾ അടിച്ചു കൊടുക്കുക. അതിന് ഫ്ലോറിൽ അടിക്കുകയെ ചെയ്യരുത്. അപ്പോൾ ഫ്ലോറിൽ ചെയ്യുകയെ ചെയ്യരുത്. കാര്യം ഇതൊരു ഫിലിം കോട്ട സംഭവം. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചിലരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ വർക്ക് ഇപ്പോൾ ഒരു പെയിന്റർ ആയിപ്പിക്കുമ്പോൾ പെയിന്റേഴ്സ് അവരെ വർക്ക് കംപ്ലീറ്റ് തീർത്തങ്ങടും. ഇതൊരു ഫിലിം കോട്ട് ആയതുകൊണ്ട് നമ്മൾ ഈ വാളിൽ ടൈൽ ഒട്ടിക്കാൻ ചെല്ലുന്ന സമയത്ത് ചട്ടി, കരണ്ടി, മുഴക്കോല് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഫ്ലോറിലാണ് ആഡ് ചെയ്യുന്നത്. ടൈൽസ് പോലും ഇതിനകത്ത് വെച്ച് കട്ട് ചെയ്യാം. ഫിലിം പഞ്ചറായി പോകും. അപ്പൊ നമ്മൾ ചെയ്യുന്നത് യാതൊരു പ്രയോജനമില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മൾ വാളിലെ മാത്രം നമ്മൾ ഉപയോഗിക്കുക. ആദ്യം വാളിലെ മാത്രം നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ കൺസീലെല്ലാം കറക്റ്റ് ആണോ നമ്മൾ ചെക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മൾ വാൾ ചെയ്യാം. വാൾ ഒട്ടിച്ച് കംപ്ലീറ്റ് ആയ അപ്പോൾ വാളിൽ സ്പേസർ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ
വെർട്ടിക്കൽ ഹൊറിസോണ്ടലുള്ള എല്ലാ പോർഷൻ കറക്റ്റ് ആയിട്ട് സ്പേസർ യൂസ് ചെയ്തിരിക്കണം. ഒന്നാമത് പറഞ്ഞ സ്പേസർ ഇതേ മാതിരി കുത്തി വെക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. കറക്റ്റ് നമ്മുടെ ജോയിന്റ് കറക്റ്റ് ആവാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ തന്നെ സ്പേസർ യൂസ് ചെയ്യണം. സ്പേസർ ഇങ്ങനെ യൂസ് ചെയ്ത് നമ്മൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഈ ജോയിന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ കറക്റ്റ് ഷാർപ്പായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പം ഇത് നമ്മൾ വാളിന്റെ കാര്യത്തിൽ നമ്മൾ ഈ പറഞ്ഞില്ലേ എല്ലാ ജോയിന്റ്സിലും നമ്മൾ സ്പേസർ യൂസ് ചെയ്യാം. എല്ലാ കാര്യം നമ്മൾ ഇങ്ങനെയുള്ള ജോയിന്റുകൾ വെള്ളം ഇറങ്ങില്ല എന്നുള്ളതല്ല. കാര്യം നമുക്ക് ടോയ്ലറ്റിൽ ഏറ്റവും കൂടുതൽ വെള്ളത്തിന്റെ പ്രസൻസ് ഉള്ള ഒരു ഏരിയ. അപ്പം അതിനകത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ വെള്ളത്തിന് ചെല്ലാനുള്ള സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത്. കാര്യം തൊട്ടടുത്ത ഭിത്തിയിൽ ഇപ്പൊ നമ്മൾ പല വീട്ടിൽ റിനോവേഷൻ ചെല്ലുമ്പോഴും മിക്കവരും പറയുന്ന പരാതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ പൈപ്പില്ല മറ്റു കാര്യങ്ങളും, പക്ഷെ അപ്പുറത്തെ ബാക്ക് ഫിറ്റ് നനയുന്നതിന് ഈർപ്പം പിടിക്കുന്നതാണ്. പക്ഷെ അതിന്റെ 90% പ്രശ്നം വെച്ചാൽ വല സൈഡിലായിരിക്കും പൈപ്പൊക്കെ, പക്ഷെ ഇതിന്റെ ഡ്രെയിനേജ് ഏരിയയിലാണ് ഈ പ്രശ്നം. ഡ്രെയിനേജ് റൈറ്റ് സൈഡ് ആയിരിക്കും. അപ്പം ഈ നമ്മുടെ ഓൾറെഡി നമ്മൾ കിടക്കുന്ന കോൺക്രീറ്റിനുള്ള സ്ലോപ്പ് ഉണ്ടാവും. കോൺക്രീറ്റ് ചിലപ്പോൾ സ്ലോപ്പ് പല രീതിയിലായിരിക്കും കിടക്കുന്നത്. അത് നമ്മൾ ഡ്രെയിനേജ് ഇരിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കോൺക്രീറ്റ് കിടക്കുന്നത്. കാര്യം അത് അവർ ശ്രദ്ധിക്കുന്നില്ല. അത് ഇവർ ടൈൽ ഇടുന്ന സമയത്ത് അവർ കറക്റ്റ് ഇട്ട് കൊടുക്കുന്നത്. പല ടീംസ് ആണ് ഈ പല വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരാരും ഇതുമായിട്ട് കണക്റ്റഡ് അല്ലാത്തത് കൊണ്ട് ഈ വെള്ളം ഓപ്പോസിറ്റിൽ അടിക്ക് ഇറങ്ങുന്ന വെള്ളം അടി കിടക്കും. ഇതാണ് ഈ പൈപ്പ് ഒന്നും ഇല്ലാത്ത ഫിറ്റിയുടെ ബാക്ക് സൈഡിൽ ചിലപ്പോൾ കബോർഡ്സുകൾ, TV യൂണിറ്റുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ പിന്നിലായിരിക്കും ഇത് പിടിച്ചിട്ടിരിക്കുന്നത്. അത് അപ്പൊ അവർ ആദ്യം കഴിക്കുന്ന ഈ പൈപ്പുകളുടെ ലീക്കാണെന്നായിരിക്കും സംഭവിക്കുന്നത്. പക്ഷെ ഒരിക്കലും പൈപ്പുകളുടെ ലീക്കല്ല. അതിന്റെ ഏറ്റവും ഒരു ഉദാഹരണം എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ PVC പൈപ്പ്. നമ്മുടെ വർക്ക് സ്റ്റാർട്ടിംഗ് സമയത്ത് വാൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലോർ ഇടുന്നത്. ഈ ഫ്ലോർ ഇടുന്ന സമയത്ത് ഈ ഇങ്ങനെ ഒരു പൈപ്പ് നമ്മളുടെ ഓൾറെഡി നമ്മുടെ വേസ്റ്റ് ലൈൻ പൊങ്ങി നിൽപ്പുണ്ടാവും. ഈ പൈപ്പ് ഓൾറെഡി നമ്മൾ ചെല്ലുമ്പോൾ തന്നെ പൈപ്പ് ഇങ്ങനെ നിൽപ്പുണ്ടാവും, പൊങ്ങി നിൽപ്പുണ്ടാവും. ഇത് 90% എന്നെ പോലെ തന്നെ വർക്കേഴ്സുകളുടെ ഒരു കംഫർട്ടബിളിന് വേണ്ടി അവരെന്ത് ചെയ്യുന്നറിയോ, ഈ ഫ്ലോറിന് സാൻഡ് വലിക്കുന്നതിന് മുമ്പതായിട്ട് ഇതിനെ റിമൂവ് ചെയ്യും. ഇതിനെ ഫ്ലോർ ലെവലിൽ നിന്ന് റിമൂവ് ചെയ്യും. അതിനുശേഷമാണ് ഇവരിത് ഫ്ലോർ ഇടാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഇടാൻ പോകുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഫ്ലോറിന്റെ സാൻഡ് ഏകദേശം ഈ ലെവലിൽ വന്ന് നിൽക്കും. മനസ്സിലായി? അപ്പൊ ഇവര് ലെവൽ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രേറ്റിംഗ്സും ഈ പൈപ്പുമായിട്ട് ടച്ച് ആവില്ല. കറക്റ്റ് പറഞ്ഞ ഒരു വർക്കിന്റെ കറക്റ്റ് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. കാര്യം ഈ പൈപ്പിൽ ടച്ച് ചെയ്തിരിക്കണം ഈ ഗ്രേറ്റിംഗ്സിന്റെ ഈ പ്രൊജക്ഷൻ. സത്യം ഈ പ്രൊജക്ഷൻ ഉള്ള മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കാര്യം നിസ്സാരപ്പെട്ട കാര്യമാണ്, ശ്രദ്ധിക്കാണ്ട് പോകുന്ന ഒരു കാര്യം. കാര്യം നമ്മളുടെ ഈ പൈപ്പ് ഈ ഗ്രേറ്റിംഗ് ഉറപ്പായിട്ടും ഇതിനകത്ത് ടച്ച് ചെയ്ത് നിൽക്കുക. ടച്ച് ചെയ്തിരിക്കുക മാത്രമല്ല, ഇത് നമ്മൾ വെക്കുമ്പോൾ ഇവിടെ MCയിലോ സിലിക്കോണോ വെച്ച് വേണം ഇത്. അത് നമ്മൾ എപ്പോക്സി ആഡ് ചെയ്യുന്ന സമയത്ത് എപ്പോക്സി ആഡ് ചെയ്താലും 4 കിട്ടും. ഈ പൈപ്പും ഗ്രേറ്റിംഗ്സും ആയിട്ട് ചേരുന്ന ആ ഒരു ജോയിന്റ് നമ്മൾ എപ്പോക്സിയിൽ ആഡ് ചെയ്താലും ബെറ്റർ ആയിരിക്കും. അപ്പം ഇത് 90% ആൾക്കാർ ശ്രദ്ധിക്കാണ്ട് പോകുന്നത്. മിക്കപ്പോഴും പണി നടക്കുന്നിടത്ത് നമ്മൾ ചെല്ലുമ്പോൾ ഇങ്ങനെ അരിവിരിക്കുന്നത്, 1 ഇഞ്ച് പൊങ്ങി അരിവിരിക്കുന്നത്. ഈ വെള്ളം ഒരിക്കലും നമ്മൾ ഡയറക്ട്ലി പോയി ഇങ്ങനെ ഇറങ്ങിയല്ല ചെയ്യുന്നത്. ഇതിനൊരു വെള്ളം ഒരിക്കലും സ്ക്വയർ ആയിട്ടല്ല ഇറങ്ങുന്നത്. കാര്യം നമ്മൾ കുളിക്കുമ്പോൾ അമിതമായി വരുന്ന വെള്ളം റൊട്ടേറ്റ് ചെയ്തേ പോകുള്ളൂ. എക്സാക്ട്ലി. കാരണം ഇതിനൊരു ഇങ്ങനെ ഒരു ഡൗൺവേർഡ് ആംഗിൾ ഉള്ള വെള്ളം നമ്മൾ കാണുമ്പോൾ വെള്ളം നേരെ പോകുന്നെങ്കിലും പൈപ്പിൽ ചെല്ലുമ്പോൾ ഇത് ചുഴലി ആയിട്ടാണ്. ഈ റൊട്ടേഷൻ സമയത്ത് ഈ ഗ്രേറ്റിംഗ്സ് ഇങ്ങനെ പൊങ്ങിയാണ് നിൽക്കുന്നെങ്കിൽ ഈ രണ്ടിന്റെ ഗ്യാപ്പിൽ കൂടെ ഇത് ആദ്യ കാലങ്ങളിൽ എന്ന് വെച്ചാൽ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇത് ഈ ടോയ്ലറ്റിന്റെ ഉപയോഗം തുടങ്ങി ആദ്യത്തെ ഒരു 6-7 മാസം ചിലപ്പോൾ ഇതിൽ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. അന്ന് വരെ ചിലപ്പോൾ ഈ സിമെന്റും സാൻഡും ഒക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്തിരിക്കും. പക്ഷെ പോകെ നമ്മളെ യൂറിനും സോപ്പിനും ഒക്കെ ഒരു കെമിക്കൽ പവർ, ഷാമ്പൂവിനൊക്കെ. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ടൈൽ ക്ലീനറുകളെല്ലാം നമുക്ക് ഇതിനകത്ത് കെമിക്കലാണ്. അപ്പൊ ഇതൊക്കെ ഈ സാൻഡിനെയും സിമെന്റിനെയും നശിപ്പിച്ചു കളയുള്ളൂ. എന്നിട്ട് നമ്മൾ ഇനി എന്തൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞാലും, നമ്മൾ എത്രയൊക്കെ വാട്ടർ പ്രൂഫിങ്, എപ്പോക്സി എന്തൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ പോലും ഇതിലേക്കൂടെ ഇറങ്ങുന്ന വെള്ളം ഇത് ഫ്ലോറിൽ കിടക്കും. ഈ ഫ്ലോറിൽ കെട്ടിക്കിടന്നിട്ട് ഈ ഫ്ലോറിൽ കിടക്കുന്ന വെള്ളം ഇതിന് പോകണമല്ലോ. അപ്പൊ നിത്യം ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ആകുമ്പോഴത്തേക്ക് ഈ വെള്ളം ഫ്ലോറിൽ ടച്ച് ചെയ്ത് കിടന്ന് അതിന് എവിടെങ്കിലും ഒരു സാഹചര്യം വെള്ളത്തിന് പുറത്തു പോകാനായിട്ട്. സാധാരണ ഈ വാട്ടർ മൂവിങ് ചെയ്യാത്ത വീടുകളിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് പെട്ടെന്ന് ഭിത്തി പിടിക്കും. പെട്ടെന്ന് ഭിത്തി പിടിച്ചിട്ട് ഇത് ആദ്യത്തെ അടിയിലത്തെ ഒരു കട്ട കുതിരും, അതിന്റെ തൊട്ട് മുകളിലെ കട്ട കുതിരും. ഈ ഇത് കുതിർന്ന് മുകളിലോട്ട് പോകും. ഒരു ലെവൽ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഈ വെള്ളത്തിന് മുകളിലോട്ട് പോകുന്നതിനെല്ലാം വെളിയിലോട്ട് ചാടുക എന്നുള്ള ടെൻഡൻസി. അതിപ്പോഴാണ് ഈ ഔട്ട് സൈഡിലെ ഈ പുട്ടിയൊക്കെ പൊള്ളി ഇളകുന്ന ഈ പൊള്ളി ഇളകി തുടങ്ങി. അപ്പം നമ്മൾ അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പൈപ്പിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിരുന്നതാണ് ആദ്യം മനുഷ്യൻ ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും അല്ല പ്രശ്നം. ഇതൊക്കെയാണ് നിസ്സാര കാര്യങ്ങളാണ് പ്രശ്നം, നിസ്സാരമായിട്ട് കാര്യങ്ങളാണ്. അപ്പൊ പിന്നെ അതേപോലെ ഈ ഗ്രേറ്റിംഗ്സ് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഗ്രേറ്റിംഗ്സിന്റെ 4 പോർഷനിൽ നമ്മൾ സ്പേസർ ഗ്യാപ്പ് കൊടുത്ത് എപ്പോക്സി ആഡ് ചെയ്യണം. അത് കമ്പൽസറി ചെയ്തിരിക്കണം. കാര്യം നമുക്ക് മലയാളികൾക്ക് വൃത്തി കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞാൽ ബ്രഷുകളിട്ട് എപ്പോഴും തേച്ച് കഴിക്കൊണ്ടിരിക്കും. ഒരു പോയിന്റിന് നമുക്ക് മുടിനാരിന്റെ ഗ്യാപ്പിൽ വെള്ളത്തിന് ഒരു ചെല്ലാൻ സ്പേസ് കിട്ടിയാൽ അത് ഉറപ്പായിട്ടും വെള്ളം കൂടി. അപ്പൊ ഇത് ഉള്ളിലോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതിനകത്ത് വെള്ളം ഇറങ്ങി കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ കുഴപ്പം എന്താ വെച്ചാൽ ആദ്യത്തെ കുറച്ച് നാൾ 2 ഡ്രോപ്പ് വെച്ചാണ് ഇറങ്ങുന്നെങ്കിൽ അത് പിന്നെ 5-10 ഡ്രോപ്പ് ആവും. അത് കൂടി വന്ന് ഇതിനകത്ത് പിന്നെ ഉണ്ടാകുന്നത് പാറ്റ, ഉറുമ്പ് ഇങ്ങനെയുള്ള പ്രാണികൾ ഈ സ്പേസിലാണ് ഇതിനെ കൂടി വെക്കുന്നത്. ഈ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഈ സ്പേസിലായിരിക്കും ഈ പാറ്റയും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇരിക്കുന്നത്. ഇത് 2 ദിവസം നമ്മൾ ഈ ടോയ്ലറ്റ്
ടോയ്ലറ്റ് ഉപയോഗിക്കാണ്ടിരുന്ന മൂന്നാമത്തെ ദിവസം നമ്മൾ ഈ ടോയ്ലറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ടോയ്ലറ്റിന്റെ ഫുള്ള പാറ്റയും പാറുകാലിയും ഉറുമ്പും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അത് വരുന്നത് ഇവിടുന്നാണ്. ഇവിടാണ് അതിന് കയറി, കാര്യം ഫുള്ള് തണുപ്പാണ്. ഈ വെള്ളം ചെല്ലാത്തപ്പോൾ ഇവൻ പുറത്തിറങ്ങും. അപ്പൊ ഇത് നമ്മുടെ ഒരു ടോയ്ലറ്റിന്റെ എത്ര വലിയ രീതിയിൽ നമ്മൾ ഇനി നോക്കിയാൽ നിസ്സാര കാര്യമായി ഇത് ശ്രദ്ധിക്കാണ്ട് വിട്ടു പോകുന്നതാണ് ഈ ഒരു പ്രശ്നം. പിന്നെ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ കോർണർ, ഈ കോർണറുകൾ ഇതിപ്പോ നമ്മൾ ഇത് കറക്റ്റ് ആയിട്ടല്ല ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ഇവിടെ സ്പേസർ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം. ഈ വെള്ളത്തിന് ചെല്ലാനുള്ള ഒരു സ്പേസ് നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത്. മാക്സിമം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാന്ന് പറഞ്ഞത് ഇതാണ് കാര്യം. ഈ രീതിയിൽ ശരിക്കും ബാത്റൂം ചെയ്തു കഴിഞ്ഞാൽ അത് അപകടമാണ്. എവിടെ ചെയ്താലും നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ കോർണർ സ്പേസർ ഇട്ട് തന്നെ ചെയ്യും. ഇവിടെ ഒരു സ്പേസർ വെക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ സ്പേസർ ഇട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ കാര്യം കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മെയിൻ ആയിട്ടും ഒരു ടോയ്ലറ്റ്, നമ്മളൊരു വീട്ടിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റിനാണ്. ഈ ടോയ്ലറ്റിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും അതിന്റെ മെയിൻ ഘടകം ഇത് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ കണക്ക് മാക്സിമം ഈ സാൻഡ് വലിച്ചതിന് ശേഷം മാത്രം വർക്കേഴ്സിനെ കൊണ്ട് ഇത് കട്ട് ചെയ്യുക. ലാസ്റ്റ് ഫൈനൽ ടൈലിംഗ് നടക്കുന്ന സമയത്ത് ആവശ്യമുള്ള ലെവൽ വെച്ചുകൊണ്ട് ബാക്കിയുള്ള ടൈല് കട്ട് ചെയ്യുക. ഇത് 90% ആൾക്കാർ ചെയ്യുന്ന വെച്ചാൽ ചിലർ എന്ത് ചെയ്യുന്നറിയോ, വർക്കേഴ്സ് ആണ്, പല രീതിക്കാരാണ്. അതിപ്പം ബംഗാളീസ് ആയാലും അവരായാലും ഇവര് ചിലത് കരണ്ടിക്ക് വെച്ച് വെട്ടിയും കളയും. ഇങ്ങനെ വെച്ച് ശരിക്കും ഇത് ഫ്ലോർ ലെവലിലാണ് ഇത് വരേണ്ടത്. ഫ്ലോർ ലെവലാണ്. പക്ഷെ ഫ്ലോർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചിലര് ഇത് കട്ട് ചെയ്ത് ഇവിടുന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ ഇത് ആക്ച്വൽ ഫ്ലോറിംഗ് വരുമ്പോൾ ഇത് ഇങ്ങനെ നിൽക്കും. അത് ഒരു ചെറിയ ഗ്യാപ്പിലായിരിക്കും നിൽക്കുന്നത്. ഈ ഗ്യാപ്പ് ഒരു MM ഗ്യാപ്പ് മതി വെള്ളം ഇറങ്ങാൻ. വെള്ളത്തിന് വലിയ ഗ്യാപ്പൊന്നും വേണ്ട, വെള്ളം ഇറങ്ങാൻ ഒരു MM ഗ്യാപ്പാണ്. ചിലർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഗ്രൈൻഡറിന് തന്നെ കട്ട് ചെയ്ത് കളയണം. ഹാൻഡ് മെഷീനകത്ത് ഇത് ഫിനിഷിങ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഈ പൈപ്പിനെ കറക്റ്റ് ഗ്രൈൻഡറിന് കട്ട് ചെയ്ത് മാറണം. ഇത് എന്താ പറയുക, കരണ്ടിക്കൊക്കെ വെട്ടി കളയും. കരണ്ടി. അപ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇതിനകത്ത് പൊട്ടൽ വന്ന് ഉള്ളിലോട്ട് നിൽക്കും. അപ്പൊ ഇതിനകത്ത് നമ്മളൊരു സ്റ്റോപ്പർ വെച്ച് വെള്ളത്തിന് എപ്പോഴും കുറച്ച് സ്റ്റോർ ചെയ്ത് നിർത്തും. എന്നാൽ സ്മെല്ലുകൾ മേളിലോട്ട് വരായിരിക്കും. ഈ വെള്ളം ഭിത്തിയിലോട്ട് പിടിക്കാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ടാണ് ഈ വെള്ളം പിടിക്കുമ്പോൾ എപ്പോഴും അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഭിത്തിയിൽ പുറത്ത് കാണുന്നത്. കാരണം ഈ പൈപ്പിന്റെ കൂടെയാണ് ഈ വെള്ളം ഇറങ്ങുന്നത്. ആ വെള്ളമായിരിക്കും ആദ്യം ഭിത്തിയിൽ അപ്പുറത്ത് കാണുന്നത്. അതെ, നമ്മളിപ്പോ ഞാൻ പല വീടുകളിൽ പാല് കാച്ച് കഴിഞ്ഞ് ഒരു മാസം 2 മാസം കഴിഞ്ഞ വീടുകളിൽ പോലും നമ്മളിങ്ങനെ പല കാര്യങ്ങളും ഈ ഗ്രേറ്റിംഗ്സ് ഉൾപ്പെടെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. കാര്യം എന്താ പറയുക, നമ്മൾ വലിയ മെറ്റീരിയലൊക്കെ ബാക്കി നമ്മൾ യൂസ് ചെയ്യും. പക്ഷെ എന്റെ പ്രശ്നം നല്ല ബ്രാൻഡഡ് ഇങ്ങനെയുള്ള ഗ്രേറ്റിംഗ്സ് പ്രൊട്രൂഷൻ ഉള്ള ഗ്രേറ്റിംഗ്സ് അല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള വാങ്ങും. കാര്യം അതിനെക്കുറിച്ച് ആരും പെട്ടെന്ന് അവർ നോക്കുമ്പോൾ പുറമേ നോക്കുമ്പോൾ ഗ്രേറ്റിംഗ്സ് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ പ്രയോജനം എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിച്ച് മുമ്പോട്ട് പോകും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് കടക്കാം. അപ്പം ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത്, നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത 3 പോയിന്റിൽ 2 പോയിന്റ് ഇവിടെ ഡീറ്റെയിലിൽ ഡിസ്കസ് ചെയ്തു. അന്ന് എനിക്ക് പറയാൻ പറ്റാതെ പോയ പല പോയിന്റ്സുകളും നമ്മൾ ഇവിടെ ഇന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ചുരുക്കം ഞാനിപ്പം പറയാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, ചിലപ്പം RCC ചെയ്ത ഫ്ലോറിന്റെ ലെവലിന്റെ സ്ലോപ്പ് ഇങ്ങോട്ടായിരിക്കും. പക്ഷേ നമ്മുടെ ബാത്റൂം ചെയ്തപ്പോൾ നമ്മൾ നേരെ തിരിച്ചായിരിക്കും സ്ലോപ്പ് ചെയ്തത്. ഇങ്ങനെയുള്ള സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ RCC എങ്ങനെയാ സ്ലോപ്പ് എന്ന് ആരും ഓർക്കത്തില്ല. പക്ഷേ മേളത്തെ ഫ്ലോർ വിസിബിൾ ആയിട്ട് ഇങ്ങോട്ടായിരിക്കും സ്ലോപ്പ്. കാരണം ഡ്രെയിനർ ഈ പോർഷനിലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് ഡ്രെയിനിൽ നിന്ന് എന്തെങ്കിലും ലീക്കേജ് ഉണ്ടായാൽ ആ വെള്ളം ചെന്ന് അക്യൂമുലേറ്റ് ചെയ്യുന്ന നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ടായിരിക്കും. ഈ സൈഡിലെ ഭിത്തിയായിരിക്കും ആദ്യം നനവ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഒരു കൺസ്യൂമർ എന്ന നിലയിൽ നമ്മൾ വിചാരിക്കും ഈ ഭിത്തിയിലാണ് എവിടെയോ കുഴപ്പം. ചിലപ്പോൾ ആ ഭിത്തിയിലായിരിക്കും പ്ലംബിംഗ് ലൈൻ ഓടുന്നത്. നമ്മൾ ആദ്യം വിചാരിക്കും എല്ലാം പ്ലംബിങ്ങിന്റെ കുഴപ്പമാണ്. അവിടുത്തെ ടൈൽസും എല്ലാം പൊട്ടിച്ച് പ്ലംബിംഗ് ലൈൻ എല്ലാം ചെക്ക് ചെയ്യുമ്പോൾ പ്ലംബിംഗ് എല്ലാം കറക്റ്റ് ആയിരിക്കും. ആക്ച്വലി പ്രശ്നം ഈ പോയിന്റിലെ ഡ്രെയിനേജിലായിരിക്കും ഈ പ്രശ്നം വന്നിരിക്കുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ RCCയുടെ സ്ലോപ്പും ഫ്ലോറിന്റെ സ്ലോപ്പും ഒരേ ഡയറക്ഷനിലാകണമെന്നില്ല. അത് 2 ഡയറക്ഷനിലായാലും അത് മിസ്ലീഡിംഗ് ആയിരിക്കും. ആവശ്യമില്ലാത്ത വർക്ക് നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടി വരും. ഇനി സെക്കൻഡ് നമ്മൾ പോയിന്റ് ഇന്ന് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഈ വെള്ളം ഒരിക്കലും സ്ക്വയറായിട്ടല്ല പോകുന്നത്. നമ്മൾ ഫ്ലോറിൽ കൂടെ നോക്കുമ്പോൾ വെള്ളം എപ്പോഴും നേരെയാണ് പോകുന്നത്. പക്ഷെ നമ്മുടെ കണ്ണിന്റെ നോട്ടം കഴിഞ്ഞാൽ പിന്നെ ഈ വെള്ളം നേരെയല്ല, ഒരു ചുഴലിയായിട്ടാണ് പോകുന്നത്. അതായത് നമ്മളൊരു ടാപ്പിൽ നിന്ന് വെള്ളം തുറന്ന, പഴയ കാലത്തെ ടാപ്പ്, ഫോമിംഗ് ഉള്ള ടാപ്പല്ല, പണ്ട് കാലത്തെ ടാപ്പ് തുറന്നാൽ അതിനകത്തുനിന്ന് ഒരിക്കലും വെള്ളം നേരെയല്ല വരുന്നത്, ഒരു ചുഴലി പോലെ വരുന്നത്. ആ സെയിം എഫക്റ്റ് ഇവിടെ ഉണ്ടാവും. അന്നേരം ഈ പൈപ്പും ഈ ഗ്രേറ്റിംഗ്സും തമ്മിൽ എന്തെങ്കിലും അധേസീവ് വെച്ച് ഇതിനെ ജോയിന്റ് ചെയ്തില്ല, അല്ലെ ഇതിനകത്ത് ഇത് കയറി ഇരുന്നില്ലെങ്കിൽ, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഈ ചുഴലി കണക്ക് പോകുന്ന വെള്ളം ഈ ഗ്യാപ്പിൽ കൂടെ നിങ്ങളുടെ ഗ്രൗട്ടിനകത്തും പൈപ്പ്സിന്റെ സൈഡിൽ കൂടെ ലീക്ക് ചെയ്ത് തുടങ്ങും. ഈ ഇറങ്ങുന്ന വെള്ളം താഴെ കിടക്കുന്ന മുഴുവൻ ഗ്രൗട്ടും സാച്ചുറേറ്റ് ചെയ്ത് കഴിഞ്ഞ് താഴത്തെ ഒരു 2 കട്ട ഹൈറ്റ്
ആ കട്ടയും സാച്ചുറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ വിസിബിൾ ലെവലിലോട്ട് ഇത് വരുത്തുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി നനവ് കണ്ടു തുടങ്ങുമ്പോൾ ബാത്റൂം ഒട്ടുമിക്ക ഭാഗവും തീർന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ നശിച്ചിട്ടുണ്ട്. ഓൾറെഡി അതിന്റെ ഈ പറഞ്ഞ കണക്ക് തന്നെ ഇതിനകത്ത് സാൻഡുകളെല്ലാം നശിച്ചിട്ടുണ്ടാവും. അങ്കിലേ ഈ നമ്മുടെ ഫ്ലോർ കംപ്ലീറ്റ് നനഞ്ഞിട്ടാണ് ഈ കട്ടയിലോട്ട് വെള്ളം പിടിക്കുന്നത്. അത് കാര്യം വെള്ളം അത്രയും ഈ ഉള്ളിൽ സ്റ്റാൻഡുകളെല്ലാം ഉണങ്ങിയിരിക്കുന്ന സ്റ്റാൻഡ്. ഇത് മൊത്തം കുതിർന്നതിന് ശേഷം ഈ പിന്നെ വെള്ളത്തിന് പോകാനുള്ള പ്രസൻസ് ഇല്ലാന്ന് കാണുമ്പോൾ മാത്രമേ നമ്മൾ ഈ കട്ടയിലോട്ട് വെള്ളം പിടിക്കത്തുള്ളൂ. അത് കണ്ടിന്യൂസ് നമ്മൾ ഉപയോഗിക്കുന്ന ബാത്റൂമാണ്. ഇപ്പൊ നമ്മൾ ചില മിക്കപ്പോഴും ഒരു വീട്ടിലെന്ന് പറയുമ്പോൾ ഒരു 2-3 പേരുണ്ടെങ്കിൽ ആ 3 പേരും ചിലപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ടോയ്ലറ്റ് ആയിരിക്കും. ആ ടോയ്ലറ്റ് അപ്പൊ ഏറ്റവും കൂടുതൽ വെള്ളത്തിന്റെ പ്രസൻസ് ആ ടോയ്ലറ്റ് ആയിരിക്കും. പക്ഷെ നേരെ മറിച്ച് ഇവർ ഒരു ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന ഒരാൾ ഒരു ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന വെച്ചു അതിനകത്ത് ഇത്രയും പ്രശ്നം വരില്ല. കാര്യം അത് സ്റ്റാൻഡിൽ തന്നെ പിടിച്ച് ഉണങ്ങിക്കൊണ്ടേയിരിക്കും. പക്ഷെ നേരെ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്ന ഒരു ടോയ്ലറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് ഇത് സംഭവം ഈ പറഞ്ഞതൊക്കെ വേറൊരു കാര്യം. ഒന്ന് ഇവിടുന്നുള്ള ലീക്കേജ്, പിന്നെ ഒന്നാണ് നമ്മൾ ഈ കോർണേഴ്സ് നമ്മൾ സ്പേസ് ചെയ്തില്ലെങ്കിൽ വെർട്ടിക്കൽ കോർണേഴ്സും ഈ താഴത്തെ ഹൊറിസോണ്ടൽ കോർണേഴ്സും ഈ 3 സ്ഥലം ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ വെർട്ടിക്കൽ കോർണേഴ്സും ആ കാണുന്ന ഹൊറിസോണ്ടൽ കോർണേഴ്സും പിന്നെ ഈ ഗ്രേറ്റിംഗ്സ് തൊടാതിരിക്കുന്ന ഗ്രേറ്റിംഗ്സും ഈ 3 സ്ഥലത്തു നിന്നാണ് 90% ലീക്കേജും ഉണ്ടാകുന്നത്. അല്ലാതെ ഒരിക്കലും സിറാമിക് ടൈലോ വിട്രിഫൈഡോ ടൈലോ ഇവിടുന്ന് വെള്ളം പിടിച്ച് അപ്പുറത്തോട്ട് ഭിത്തിയിലോട്ട് ഇത് ഇറക്കത്തില്ല. ഒരു കാര്യം കൂടെ ഇതിനകത്ത് നമ്മൾ വാൾ ഒട്ടിച്ചതിന് ശേഷം മാത്രമേ ഈ ഫ്ലോറിന് ലേ ചെയ്യാവൂ. കാര്യം വാളിൽ നിന്നും വാൾ വന്ന് ഇറങ്ങിയിരിക്കുന്ന അതിൽ നിന്നും നമ്മൾ ഫ്ലോർ കൊണ്ട് ജോയിൻ ചെയ്യുമ്പോൾ അതിന് നമ്മൾ ഈ ഇട്ടിരിക്കുന്ന അതേ സ്പേസർ തന്നെ ആ ഗ്യാപ്പിൽ ആഡ് ചെയ്യണം. കാര്യം ഒരിക്കലും നമ്മൾ പണ്ടൊക്കെ കാലങ്ങളിൽ നമ്മൾ ടോയ്ലറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അടിയിലെ ഒരു വരി നമ്മൾ ഒട്ടിക്കാനിട്ട് ഈ ഫ്ലോറിന് നമ്മൾ അടിയിലോട്ട് കയറ്റിയിട്ടുണ്ട് വാളിനെ കൊണ്ട് അതിന്റെ മേളിൽ ഇറക്കും. നമ്മുടെ സ്വാഭാവികം നമ്മുടെ ചിന്ത എന്ന് വെച്ചാൽ ഭിത്തിയിൽ വീഴുന്ന വെള്ളം ഒഴുകി വന്ന് കറക്റ്റ് ഫ്ലോറിൽ ഇറങ്ങുമെന്നുള്ളത്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നതിന് ബെറ്റർ ആയിട്ട് ഇപ്പൊ എപ്പോക്സി എന്നുള്ള കെമിക്കൽസ് നമുക്ക് കൂടുതൽ അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ വാൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫ്ലോറിനെ കൊണ്ട് ചെയ്യുക. അപ്പൊ അതിനകത്തും ഈ സ്പേസർ ഉപയോഗിക്കുക ഈ സൈഡിൽ. ആ ഉപയോഗിക്കുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഇത് എപ്പോക്സി ഫില്ല് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആയിട്ട് ഫില്ല് ആവും. നേരെ മറിച്ച് നമ്മൾ വാളിന് അടിയിലോട്ടാണ് ഇത് ഫില്ല് ചെയ്യുന്നത്. അതെ, കാര്യം റീഫില്ലർ ഈ മഷി വിട്ട് പോയ കണക്ക് പലയിടവും ഗ്യാപ്പുകൾ ഫീൽ ചെയ്യും. അത് നമ്മൾ ചിലപ്പോൾ നമുക്ക് ഇത് ഭാവിയിൽ വലിയ പ്രശ്നത്തിലോട്ട് പോകും. അപ്പം നമ്മൾ നോക്കുമ്പോൾ ടോയ്ലറ്റിൽ എപ്പോക്സി ചെയ്തു, പക്ഷെ നമുക്ക് എഫക്ട് കിട്ടുന്നില്ല. അതായത് ഇത് വാളിൽ നിന്ന് ഇറങ്ങുന്ന ടൈലാണ്. ഇത് ഫ്ലോർ ടൈൽ ആണെങ്കിൽ ഇത് എപ്പോഴും ഇങ്ങനെ വേണം മുട്ടാൻ. ഒരിക്കലും ഇത് ഇങ്ങനെ ചെന്ന് ഇറങ്ങരുത്. ഇതാണ് സജി ഇപ്പം പറഞ്ഞത്. കാരണം ഈ പൊസിഷനിൽ ഈ ജോയിന്റ് എപ്പോക്സി ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്, ആവത്തുമില്ല. അതേപോലെ പക്ഷേ ഫ്ലോർ താഴെ ഇറങ്ങിയിട്ട് വാൾ അതിൽ താഴെ ഇറങ്ങിയിട്ട് ഫ്ലോർ അതിനകത്ത് കൊണ്ട് കണക്ട് ആക്കുന്ന സ്പേസർ യൂസ് ചെയ്താൽ ഈ ജോയിന്റ് ഫില്ല് ചെയ്യാൻ ഈസി ആയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ പറഞ്ഞ അവിടെ ഒരു ഫില്ല് ആയെന്നില്ല നമുക്ക് ക്ലയന്റിന് കണ്ട് ബോധ്യപ്പെടാനും പറ്റും. മനസ്സിലായി? ഈ അടിയിലുള്ളതിന് ക്ലയന്റിന് കണ്ട് ബോധ്യപ്പെടാൻ പറ്റില്ല. അവർ നോക്കുമ്പോൾ എപ്പോക്സി ഇട്ട് ഓക്കെ കാര്യങ്ങൾ നടക്കാൻ. പക്ഷേ ഈ പറഞ്ഞ കണക്ക് നമ്മൾ വേറൊരു കാര്യം കൂടെ നമ്മളിത് പറയാൻ വിട്ടുപോയ ഒരു കാര്യം നമ്മൾ വാൾ ഒട്ടിച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്നിട്ട് ഒന്നും കൂടെ ഫ്ലോർ ക്ലീൻ ചെയ്യുക. കാര്യം ഈ സിമെന്റിന്റെ പൊടി ഉണ്ടാവും, പിന്നെ അതേപോലെ ടൈൽസിന്റെ ചെറിയ വേസ്റ്റ് പീസുകൾ ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം ഫ്ലോർ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു കോട്ട് വെട്രിക്കൽ അടിക്കുക, ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞ് ഒറിജിനൽ ഒരു കോട്ട് അടിക്കുക. ഇത് അടിക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ പൈപ്പിന്റെ 4 ചുറ്റും ഈ വരുന്ന പൈപ്പിന്റെ 4 ചുറ്റും നമ്മൾ കറക്റ്റായിട്ട് അടിച്ചിരിക്കണം. അതേ കാര്യം പറഞ്ഞാൽ ഇവർ ഈ പൈപ്പ് കൺസീൽ ചെയ്യുന്ന സമയത്ത് ഇവർ അതിനകത്തിരുന്ന ഒരു RCC ഉണ്ട്. ആ RCCക്ക് അത്രയും അവരൊരു കണക്കില്ലാതായിരിക്കും RCC ചെയ്യുന്നത്. അത് കറക്റ്റ് ആയിരിക്കത്തില്ല, പ്രോപ്പർ ആയിരിക്കത്തില്ല. അപ്പം നമ്മളിത് ഈ പൈപ്പിന്റെ 4 കറക്റ്റായിട്ട് വാട്ടർ പ്രൂഫ് ചെയ്യുക. ഇതേ ഇവിടെയും തന്നെ ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ക്ലോസറ്റ് വരുന്ന പൈപ്പിന്റെ അടിയിലും കറക്റ്റായിട്ട് ചെയ്തിരിക്കണം. അത് നമുക്ക് ഉറപ്പായും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം നമ്മൾ ഇതിനകത്ത് ഓർത്ത ഒരു കാര്യം, വാട്ടർ പ്രൂഫിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും അതിൽ സമ്മതിക്കുകയാണ് 60 സെന്റിമീറ്ററിന് മേളിലോട്ട് വാട്ടർ പ്രൂഫിംഗ് പോകേണ്ട ഒരു കാര്യമില്ല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ നമ്മൾ അവസാനം പറയും. ഇനി ആ 60 സെന്റിമീറ്റർ ചെയ്യുമ്പം ആദ്യം വാൾ മാത്രം ചെയ്ത് നിർത്തണം. വാൾ ചെയ്യുന്ന സമയത്ത് ഫ്ലോറും കൂടെ അതിൻ്റെ കൂടെ ഒരിക്കലും ചെയ്യരുത്. കാരണം നമ്മൾ ആദ്യം വാൾ ഒട്ടിച്ചിട്ട് ഫ്ലോർ വേറൊരു ദിവസമാണ് ചെയ്യുന്നത്. ഫ്ലോർ ആദ്യമേ ചെയ്തിട്ട ഇത് വെറും ഒരു 1 നാനോമില്ലിമീറ്റർ കനമുള്ള ഒരു ഫിലിമാണ്, ഒരു പ്ലാസ്റ്റിക് ഫിലിമാണ്. ഇത് പങ്ക്ചറായി പോകും. അപ്പം ഇതെല്ലാം വർക്കെല്ലാം കഴിഞ്ഞ് ഫ്ലോർ ഇടുമ്പം താഴെ കിടക്കുന്ന വാട്ടർ പ്രൂഫിംഗ് ഒരു ഉപയോഗവും ഇല്ലാതെ ആയിത്തീരും. വാൾ എല്ലാം ഒട്ടിച്ചു കഴിഞ്ഞ് അത് ഇവിടുന്ന് സാധനം എല്ലാം നീക്കി ഫ്ലോർ ഒന്ന് വാഷ് ചെയ്തിട്ട് ഫ്ലോർ ഒട്ടിക്കുന്ന ദിവസം രാവിലെ താഴെ കോട്ട് ചെയ്യണം. കോട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ ഒരു കോട്ട് വെട്രിക്കല്, ഒരു കോട്ട് പ്ലസ് ഈ പറഞ്ഞ പൈപ്പിന് ചുറ്റും എവിടെയൊക്കെ ഔട്ട്ലെറ്റ് ഉണ്ടോ അവിടെ അതിന് ചുറ്റും ഒരു അഡീഷണൽ ഒരു ലെയറും കൂടെ ചെയ്യണം. ഇത് നമ്മൾ 2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ഈ പറഞ്ഞ കണക്ക് പൈപ്പിന്റെ കട്ടിങ്ങും മസ്റ്റായി. അതൊരു പോയിന്റ് സജി നേരത്തെ പറഞ്ഞായിരുന്നു. അതായത് ആദ്യം തന്നെ PCC ലെവലിൽ തന്നെ ഈ പൈപ്പ് കട്ട് ചെയ്ത് ഒരു
ഐഡിയ ഇല്ലാതെ ഇതിന്റെ പുറത്ത് പിന്നെ ചാന്ത് കനം വരും, പിന്നെ അതിന്റെ പുറത്ത് ടൈല് കനം വരും. ഇതെല്ലാം കഴിഞ്ഞ് വെക്കുമ്പോൾ ഈ പൈപ്പും ഗ്രേറ്റിംഗ്സും ഒരിക്കലും ടച്ച് ആവത്തില്ല. 90% ഉള്ള ഡ്രൈ ഏരിയ ഒരു കോൺസെപ്റ്റിലാണ് നമ്മളെ ബാത്റൂം ഫ്ലോറുകൾ വരുന്നത്. അപ്പൊ അതിനകത്ത് ചില ടോയ്ലറ്റുകളിൽ വെറ്റേരിയലും ഡ്രൈ ഏരിയലും ഡ്രൈനേജ് ആണ്. അപ്പൊ ഈ വെറ്റേരിയലും ഡ്രൈ ഏരിയലും വരുന്നതും കൊണ്ടായാലും നമുക്ക് ഈ പൈപ്പ് ഓൾറെഡി ഇവർ ആദ്യമേ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇതിന്റെ ഹൈറ്റ് ഡിഫറൻസ് വാട്ടർ ലെവൽ കഴിയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് സാൻഡ് വലിച്ചതിന് ശേഷം ഇത് കട്ട് ചെയ്യാവൂ എന്ന് പറയുന്നത്. കാര്യം ഒരിക്കലും നമ്മളെ ക്ലോസറ്റിന്റെ നമ്മളിരിക്കുന്ന ഈ വാൾമൗണ്ട് ക്ലോസറ്റുകളുടെ ഹൈറ്റ് നമ്മളിരിക്കുന്ന 45 സെന്റിമീറ്റർ എന്ന് പറയുന്നത് നമ്മളുടെ ഇരിക്കുന്ന സീറ്റ് നമ്മളായിരിക്കുന്ന ഹൈറ്റ് ഇതെല്ലാം നമുക്ക് കറക്റ്റായി വരണം. ചിലപ്പോൾ നമ്മളില്ല ഈ പൈപ്പ് ആദ്യമേ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈ പറഞ്ഞത് നിൽക്കുന്ന പൈപ്പിനെ അതായത് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയുവാണെങ്കിൽ ടൈല് വിരിച്ച്, അതായത് PCC, അതിന്റെ പുറത്ത് ചാന്ത്, അല്ലെങ്കിൽ അതിന്റെ പുറത്ത് സ്ക്രീഡ്, അതിന്റെ പുറത്ത് അദസീവ് അല്ലെങ്കിൽ ഗ്രൗട്ട്, ഈ ഒരു ഏത് മെത്തേഡിൽ ചെയ്താലും ഇതിന് ചുറ്റും വരുന്ന ടൈല് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഗ്രേറ്റിംഗ്സ് വെക്കുന്നതിന് തൊട്ട് മുമ്പേ ഈ പൈപ്പ് കട്ട്. അതേപോലെ കട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും കരണ്ടി എടുത്ത് അടിച്ച് പൊട്ടിക്കുക ഓൺ ചെയ്യരുത്. ആ പൊട്ടിച്ച ഇതിന്റെ ഉള്ളിൽ ഇവിടെ ഒരു ക്രാക്ക് വരും. ഈ ക്രാക്കിലെ വെള്ളം സ്റ്റോർ ചെയ്യുന്ന നമ്മളെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയുള്ള വെള്ളം, ആ വെള്ളം ഔട്ട് ചെയ്യും. പിന്നെ അതുമല്ല കട്ട് ഹാക്ക് ഒന്നെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ ഗ്രൈൻഡർ വെച്ച് കട്ട് ചെയ്യണം, ഇലക്ട്രിക് ഗ്രൈൻഡർ വെച്ച് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഹാക്സോ ബ്ലേഡ് വെച്ച് പതുക്കെ അത് കട്ട് ചെയ്ത് മാറ്റണം. 90% സംഭവിക്കുന്ന എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ ബാത്റൂമുകളിലാണ്. ഫസ്റ്റ് ഫ്ലോർ ബാത്റൂംസിലാണ് ഏറ്റവും കൂടുതൽ ലീക്കേജ്. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു വർക്ക് ചെയ്ത ഒരു വീട്ടിൽ സംഭവിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഫ്ലോർ ബാത്റൂം ഹോളിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഹോളിന്റെ തൊട്ട് മുകളിലായിട്ടാണ് ടോയ്ലറ്റിന്റെ വരുന്നത്. പക്ഷെ ലീക്ക് സംഭവിച്ചിരിക്കുന്നത് അവരുടെ ബാത്റൂമിന്റെ അടുത്താണ്. കാരണം ഈ റൂഫിന്റെ ഓൾറെഡി PCCയുടെ സ്ലോപ്പ് അങ്ങോട്ടായിരുന്നു ആദ്യം പറഞ്ഞ പോയിന്റ്. അപ്പൊ ഇത് അവിടെ സംഭവിച്ചിട്ട് ഇവർക്ക് അവർക്ക് കിച്ചന്റെ മുകളിൽ ഒരു റൂം പോലും ഇല്ല, പക്ഷെ അവിടെയാണ് ലീക്ക് സംഭവിക്കുന്നത്. അപ്പൊ അതെന്താണ് സംഭവിക്കുന്നത് നോക്കി വന്നപ്പോഴും സംഭവം ഇവരുടെ കൺസീൽഡ് പൈപ്പുകളൊക്കെ പോയേക്കുന്ന വിടവുകൾ കൊണ്ടിട്ടാണ് ഈ വെള്ളം ഇറങ്ങിയിട്ട് നേരെ അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ ഇതാണ് അവിടെ സംഭവിച്ച സംഭവം. ഇതായിരുന്നു ഈ പൈപ്പ് അന്ന് അവർ റിമൂവ് ചെയ്ത സമയത്ത് ഇത് കറക്റ്റായിട്ട് റിമൂവ് ചെയ്യാണ്ട് ഇത് എങ്ങനെയോ പൊട്ടിച്ചപ്പോ ഇതിനകത്ത് ചെറിയൊരു ക്രാക്ക് കിടന്നു. ഈ ക്രാക്ക് അപ്പൊ അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ബാത്റൂം ആയിരുന്നു. അപ്പം അതെന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെള്ളം ഇത് വന്നുകൊണ്ടേയിരുന്നു. പക്ഷെ അവർ പറഞ്ഞ ആ ടോയ്ലറ്റ് നല്ല വരുന്നത്. പക്ഷെ ഓപ്പോസിറ്റ് സൈഡ് അത് നമ്മൾ പറഞ്ഞു. അതായത് PCC ചെയ്ത ഫ്ലോർ നമ്മുടെ ഇമാജിനേഷൻ ഇപ്പൊ ഈ ഫ്ലോർ തന്നെ കണ്ട ഇത് ടൈൽ സ്പിരിറ്റ് ലെവലാണ് ഈ ഫ്ലോർ, പക്ഷെ ഇതിന്റെ താഴെ കിടക്കുന്ന PCC സ്പിരിറ്റ് ലെവൽ അല്ല. അതാണ് നമ്മൾ പക്ഷെ നമ്മുടെ ഇമാജിനേഷനിൽ നമ്മൾ എപ്പോഴും വിചാരിക്കും ഈ ഫ്ലോർ പോലെ തന്നെയാണ് സ്പിരിറ്റ് ലെവലിൽ PCC കിടക്കുന്നത്. പക്ഷെ PCC ശരിക്കും ഇങ്ങനെ ആയിരിക്കും, ആക്ച്വൽ ഫ്ലോർ ലെവൽ ഇങ്ങനെ ആയിരിക്കും. അന്നേരം ഈ സൈഡിൽ നിന്ന് ലീക്ക് ഉണ്ടായാലും വെള്ളം അക്യുമുലേറ്റ് ചെയ്യുന്ന ഈ സൈഡിലായിരിക്കും. ഒരു കാര്യങ്ങളുണ്ട് സർ, കാര്യം ഇന്ന് നമ്മളെ 90% ബാത്റൂമുകൾ ചില വീടുകളുടെ ബാത്റൂമിന്റെ സൈസ് വലുതാക്കാൻ വേണ്ടി ബെൽറ്റിന്റെ മുകളിലോട്ട് വെച്ച് കെട്ടാറുണ്ട്. അപ്പം ഈ ബെൽറ്റിന്റെ PCC ഏകദേശം ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് തള്ളി കിടക്കും, നമ്മുടെ ബാത്റൂമിനുള്ളിലോട്ട് തള്ളി കിടക്കും. അപ്പൊ നമ്മുടെ ബാത്റൂമിന്റെ ഫ്ലോർ ഇടണമെങ്കിൽ ഈ PCC പൊട്ടിക്കേണ്ടി വരും. അപ്പൊ സംഗതി എന്തെന്നറിയോ, ഈ വാട്ടർ പ്രൂഫിങ് അടിക്കടിക്കും. വാട്ടർ പ്രൂഫിങ് അടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ ലേ ചെയ്യാൻ വരുന്ന സമയത്താണ് ഈ സംഭവം PCC പൊട്ടിക്കണമെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അത് പൊട്ടിക്കും. അപ്പൊ ഈ പൊട്ടി കഴിയുമ്പോൾ ഈ ചെയ്തതിന് യാതൊരു പ്രയോജനമില്ല, വാട്ടർ പ്രൂഫിംഗ് ചെയ്ത് യാതൊരു പ്രയോജനമില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മൾ ഈ പറഞ്ഞില്ലേ, ആദ്യം നമ്മൾ ഇത് ക്ലീനിങ് സമയം നമ്മളൊരു ബാത്റൂമിന്റെ അതിന്റെ ഫ്ലോറിന്റെ ഈ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ നമ്മുടെ റൂമിൽ നിന്ന് എപ്പോഴും വന്നാലും റൂമിൽ നിന്ന് 1 ഇഞ്ച് താന്നായിരിക്കും നമ്മുടെ ബാത്റൂമിന്റെ ഫ്ലോർ, അതിൽ നിന്ന് 1 ഇഞ്ച് താന്നായിരിക്കും നമ്മുടെ വെറ്റ് ഏരിയയുടെ ഫ്ലോർ വരുന്നത്. അപ്പൊ ഈ വരുന്ന ഈ ഒരു കാൽക്കുലേഷൻ നമുക്ക് കണക്ട് ചെയ്ത് ഈ സൈഡിൽ പോയിരുന്ന PCC നമ്മൾ ആദ്യം റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ വാട്ടർ പ്രൂഫിംഗ് ചെയ്യാം. പക്കാ ഷേപ്പ് നമുക്ക് ഫൈനൽ ഷേപ്പ് ആയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വാട്ടർ പ്രൂഫിംഗ് ചെയ്ത അപ്പൊ തന്നെ അത് ഉണങ്ങി കഴിഞ്ഞാൽ ചാന്ത് ഇടണം, അല്ലെങ്കിൽ നമ്മൾ സ്ക്രീഡ് ചെയ്യണം, നമ്മുടെ വർക്ക് ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പൊ കാര്യം ഇത് നമ്മൾ ഇട്ട് ഒരുപാട് ചിലരുണ്ട് വാട്ടർ പ്രൂഫിംഗ് അടിച്ച് നേരത്തെ ഇട്ടേക്കും. അതെ, ഒരു മാസം മുമ്പേ വാട്ടർ പ്രൂഫിംഗ്. അതെന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ വൈറ്റ് അടിക്കാൻ വന്ന പെയിന്ററിനെ കൊണ്ട് അത് ചെയ്യും. സംഭവം ഇവർ എന്നിട്ട് ഈ വർക്ക് കഴിയുന്ന സമയത്ത് ഇവരുടെ ഓരോ ദിവസത്തെ വർക്കേഴ്സ് കഴിയുമ്പോൾ ഇവർ വർക്കേഴ്സിന്റെ ഈ മിഷനറീസ് ഒക്കെ കൊണ്ടുവന്ന് ഈ ടോയ്ലറ്റിലാണ് വെക്കുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചും ഇതിനകത്ത് മൊത്തം. അപ്പൊ നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ അത് എന്തിനാണ് വേണ്ടി ചെയ്തതെന്നുള്ള യാതൊരു ബോധവും സത്യത്തെ ആർക്കും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അത് നമ്മൾ പിന്നെ ഇത് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് നമുക്ക് ലീക്ക് വന്നെന്ന് പറയും. ഇത് ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങൾ സംഭവിക്കും. വാട്ടർ പ്രൂഫിംഗ് എല്ലാവരും എന്തോ ഒരു മാജിക് പോലെ അടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ആയി, പിന്നെ ഒന്നും നമ്മൾ അറിയണ്ട. അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, 90% ആൾക്കാരും ഈ വാട്ടർ പ്രൂഫിങ്ങിന്റെ കാര്യം പറയുമ്പോൾ അത് നമ്മൾ സ്പേസ് റെറ്റ് ചെയ്യുന്നില്ല, എന്റെ ആവശ്യം ഇല്ല എന്നുള്ള കാര്യം. പക്ഷെ നമ്മളൊരു കാര്യം ആലോചിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു ടോയ്ലറ്റ് ചെയ്യുമ്പോൾ കുറഞ്ഞ നമുക്ക് ഉണ്ടാവുന്ന
ഉണ്ടാവുന്ന ഒരു 3 ലക്ഷം രൂപ ഒരു നല്ലൊരു ബാത്റൂം നമുക്ക് വരണമെങ്കിൽ അതിനകത്തുള്ള കൺസീൽഡും എല്ലാം കൂടെ ചെയ്ത് 3 ലക്ഷം രൂപ വരുന്നത്. ആ 3 ലക്ഷം രൂപയുടെ സ്ഥലത്ത് നമ്മൾ ഈ പറഞ്ഞ 1000-1200 രൂപ വിലയുള്ള ഒരു വാട്ടർ പ്രൂഫിംഗ് കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്താൽ നാളെ നമുക്ക് അത് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ആണ് നമുക്ക്. നാളെ നമ്മൾ ചെയ്തില്ല എന്നുള്ള ഒരു ഇത് നമുക്കുണ്ടാവില്ല. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അയ്യോ അത് ചെയ്യേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്യുമ്പം നമ്മൾ അതിന്റെ പ്രോപ്പറിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതെല്ലാം നമ്മൾ ചെയ്തിരിക്കണം. കാര്യം പിന്നെ ഈ പണിക്കാരുടെ ഭാഗത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പണിക്കാർ ഇതിന് ചിലപ്പോൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നിരിക്കത്തില്ല. പക്ഷെ നമ്മളിത് എവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ലീക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ പലയിടത്തും നമുക്കത് ഒരു ഇത് തോന്നും. കാര്യം നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുക. ചെയ്യണോ വേണ്ടേ തീരുമാനിക്കേണ്ട ക്ലയന്റിന്റെ ഉത്തരവാദിത്തമാണ്. അത് അവരുടെ എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കണം. കാര്യം നമ്മൾ 90% വീടുകൾ വീട് വെക്കുന്നവർ ആദ്യമായിട്ട് വെക്കുന്നവരാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യം ഉണ്ടാവില്ല. നമ്മളിത് പല വീട്ടിലും ഓരോ വീടിന്റെ പാല് കാച്ച് കഴിയുമ്പോഴും നമുക്കറിയാം ആ വീട്ടിൽ എന്തൊക്കെയാണ് നെഗറ്റീവ് എന്ന്. അത് നെക്സ്റ്റ് സ്ഥലത്ത് ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ഇതിനെല്ലാം കുറിച്ച് അവരെ കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. സജി ഇപ്പം പറഞ്ഞ കാര്യം ആസ് എ ടൈൽ സെയിൽസ്മാൻ ഞങ്ങളും അത് ഫേസ് ചെയ്യാറുണ്ട്. കാരണം കൂടുതൽ ഡീറ്റെയിൽസ് കസ്റ്റമേഴ്സിനെ പറയാൻ അല്ലെങ്കിൽ കൂടുതൽ ടെക്നിക്കൽ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് പിന്നെ പെട്ടെന്ന് അങ്ങ് പേടിച്ചു പോകും. പിന്നെ അവർ പറയുന്ന പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം, ആ സെയിൽ പലപ്പോഴും കഴിഞ്ഞു പോകാം. ഇത് തന്നെയാണ് പ്ലംബേഴ്സിന്റെ പ്രശ്നം. അവർ കൂടുതൽ ടെക്നിക്കാലിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് അതിനെ ആ രീതിയിലല്ല എടുക്കുന്നത് പലപ്പോഴും. അതുകൊണ്ട് പ്ലംബേഴ്സ് എഡ്യൂക്കേറ്റ് ചെയ്യാറേ ഇല്ല. കസ്റ്റമേഴ്സിന് എന്തൊക്കെ നോളജ് ഉണ്ടോ കസ്റ്റമേഴ്സിന്റെ നോളജിന്റെ അനുസരിച്ച് മാത്രം വർക്ക് ചെയ്ത് അവരങ്ങ് പോകും. ഇത് എന്താ കാര്യം വെച്ചാൽ ഒരു വീടെന്ന് പറയുന്ന ഒരാളുടെ സ്വപ്നം. അവർക്ക് അതിന്റെ ഒരു ആയുഷ്കാലം മൊത്തം ഉള്ളവരുടെ ഇതാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് നമ്മുടെ ഭാഗത്ത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നമുക്ക് അവർക്ക് സാർ ഇങ്ങനക്കുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇതിനകത്ത് നമ്മൾ അഡസീവ് തന്നെ ഉപയോഗിക്കണം, വാട്ടർ പ്രൂഫ് ഇന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം, ഇന്ന ഗ്രേറ്റിംഗ്സ് ഉപയോഗിക്കണം, അതേപോലെ ഇന്ന രീതിയിൽ നമുക്ക് ഇതിന് സാൻഡിനകത്ത് ഇത്ര ഇപ്പം സാൻഡിനകത്ത് ഉപയോഗിക്കേണ്ട സിമെന്റിന്റെ ക്വാണ്ടിറ്റി. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഇതിനകത്ത് 100% അത് ക്വാളിറ്റി ആണെന്ന് നമുക്കൊരു വിശ്വാസം. നമുക്ക് നാളെ ഒരു വിളി വരത്തില്ല സജി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞ് നമുക്കൊരു വിളി വരില്ല. പിന്നെ വേറെ കാര്യമുണ്ട്, പലയിടത്തും നമ്മൾ ഈ ലീക്ക് പ്രശ്നം എന്ന് പറഞ്ഞ് നമ്മൾ സജി അവിടെ പൈപ്പിനകത്ത് ലീക്ക് ഉണ്ടായി അങ്ങനെ ഉണ്ട് സംഭവം. ഇതാണ് ഈ 90% ഇപ്പൊ ഞങ്ങൾ ഈ അടുത്ത സമയത്ത് നമ്മൾ ഇവിടെ ഫ്ലാറ്റ് ചെയ്ത ഒരു ബാത്റൂം നമ്മൾ ഫ്ലാറ്റ് ചെയ്യാൻ പോയ ഒരു ഫ്ലാറ്റിൽ ഒരു 4 ബാത്റൂമിനകത്ത് ലീക്ക് തൊട്ട് താഴെ താമസിക്കുന്നവർക്ക് പ്രശ്നം നമ്മൾ ചെയ്യാൻ പോയിട്ട് ആ ഫ്ലാറ്റ് കംപ്ലീറ്റ് നമ്മൾ ചെയ്യേണ്ടി വന്നു. കാര്യം എല്ലാവരും ഇത് പ്രശ്നമുണ്ട്, പക്ഷെ ആരും കൊണ്ട് പറയുന്നില്ല. കാര്യം ആർക്കും ആരോട് പറയാനായിട്ടുള്ള ബുദ്ധിമുട്ട്. പക്ഷെ ഇത് ഒരു പ്രോപ്പർലി ചെയ്യേണ്ട. പിന്നെ വേറൊരു കാര്യം ഞാനിപ്പോ ഓർത്തെ, ബാത്റൂം ചെയ്യുമ്പോൾ മാത്രം നമ്മൾ റൂമിന്റെ ഫ്ലോറിൽ എം സാൻഡ് ഉപയോഗിച്ചാലും ബാത്റൂം നമ്മൾ ചാന്തില ചെയ്യുന്നെങ്കിൽ കഴിവതും അതിന് പി സാൻഡിൽ ചെയ്യണം അല്ലേ? അതിന് ഡെൻസിറ്റി കൂടുതൽ, അതിനകത്ത് ഡെൻസിറ്റി കൂടുതൽ ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ റേഷ്യോ സിമെന്റിന്റെ റേഷ്യോ കൂട്ടിയിടുക. പി സാൻഡ് ഇട്ട് സിമെന്റിന്റെ റേഷ്യോ കൂട്ടിയിടുക. വാഷബിൾ എം സാൻഡുകളാണ് കൂടുതൽ ഉപയോഗിക്കാറ്. ഇന്ന് മണലില്ല, മൊത്തം പാറപ്പൊടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ എം സാൻഡ് തന്നെ വാഷബിൾ എം സാൻഡുകളുണ്ട്. വാഷബിൾ എം സാൻഡ് ഉപയോഗിക്കുക ഒന്നത്. രണ്ടാമത് ടോയ്ലറ്റുകളുടെ ഫ്ലോറിൽ നമ്മൾ സിമെന്റിന്റെ റേഷ്യോ കൂട്ടുക. സാധാരണ നോർമലി നമ്മൾ ഫ്ലോർ ഇടുന്നതിന്റെ റേഷ്യോയിൽ നിന്നും നമ്മൾ കൂട്ടിയിടും. ഇപ്പൊ നോർമലി നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു പാക്കറ്റ് സിമെന്റിന് 12 കുട്ട മണ്ണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 12 ക്യൂബിക്ക് മണ്ണ് നമ്മൾ ഉപയോഗിച്ചിട്ട് അതിനകത്താണ് നമ്മൾ തുടങ്ങിയത്. പിന്നെ അതിന്റെ കൂടെ നമ്മൾ സൂപ്പർ സെറ്റ് ഉപയോഗിക്കും. സൂപ്പർ സെറ്റ് ഉപയോഗിക്കുന്നത് നമ്മൾ 20 ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു ബോട്ടിൽ സൂപ്പർ സെറ്റ് ഒഴിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാര്യം കമ്പൽസറി നമ്മൾ ഈ ടോയ്ലറ്റുകൾക്ക് നമ്മൾ യാതൊരുവിധ ഇത് വിചാരിക്കുന്നത് നമ്മൾ അതിനകത്ത് ചെയ്യുക. കാര്യം ഇതൊന്നും പൊളിച്ച് പണിയാൻ പറ്റില്ല. പിന്നെ കാര്യം നമ്മൾ ഈ പറഞ്ഞത് ഇത്രയും ഫർണിഷിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനകത്ത് യാതൊരു കാര്യം താമസം തുടങ്ങി കഴിഞ്ഞാൽ ഇതിനകത്തൊരു വർക്ക് എന്ന് പറഞ്ഞാൽ താമസിക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ്, വർക്ക് ചെയ്യുന്നവർക്കും ബുദ്ധിമുട്ടാണ്. പിന്നെ മൊത്തത്തിൽ അത് പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തുടക്കത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ അതേപോലെ തന്നെ ഈ നമുക്കൊരു ടോയ്ലറ്റിന്റെ ഒരു നീളവും വീതിക്കും അനുസരിച്ച് നമുക്കത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഫ്ലോർ ലേ ചെയ്യുന്ന സമയത്ത് സ്ലോപ്പ് കൊടുക്കാൻ പറ്റും. കാര്യം ഡ്രൈ ഏരിയ എന്ന് വേണമെങ്കിൽ വെറ്റേരിയലോട്ട് കൊടുക്കാം, അല്ലെ വെറ്റേരിയൽ മാത്രമുള്ള സ്ലോപ്പിനകത്ത് അതിനകത്ത് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. അത് നമുക്ക് 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ വാട്ടർ പ്രൂഫിംഗ് മസ്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യണം. പൈപ്പിന്റെ 4 ചുറ്റും അടിക്കുക, അതേപോലെ അതിന്റെ കറക്റ്റ് റിമൂവിംഗ് കറക്റ്റ് ആയിരിക്കണം. ഗ്രൈൻഡറോ വെച്ച് തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്യണം. ലാസ്റ്റ് നമ്മൾ പറയാന്ന് വെച്ചാൽ വാട്ടർ പ്രൂഫിംഗും ടൈൽ അദസീവും തമ്മിലുള്ള ബന്ധം. അതായത് വാട്ടർ പ്രൂഫിംഗും ടൈൽ അദസീവും ഇത് തമ്മിൽ ചേരത്തില്ല, ഒരിക്കലും ചേരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 8 അടി വരെ വാട്ടർ പ്രൂഫിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടൈലിന്റെ ആവശ്യമാണ് ടൈൽ അദസീവ് ഉപയോഗിക്കുക എന്നുള്ളത്. പക്ഷേ ഈ ടൈൽ അദസീവ് വാട്ടർ പ്രൂഫിംഗുമായിട്ട് രണ്ടും സൗത്ത് പോൾ ആണ്. അതായത് ഒരിക്കലും ഇത് ചേരത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് അത്യാവശ്യം 60 സെന്റിമീറ്റർ വരെ മാത്രം വാട്ടർ പ്രൂഫിംഗ്. ഈ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്ന ഈ പ്രതലത്തിൽ നമ്മൾ ഫുള്ള് വാട്ടർ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഈ
വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞാൽ വെള്ളം പിടിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ വെള്ളം പിടിക്കാതിരിക്കുക. ഇപ്പം നമ്മൾ ടൈൽസിനകത്ത് നമ്മൾ ഇനി എത്ര വലിയ ഗ്രേഡുള്ള അഡസീവ് ആണെങ്കിലും എത്ര വലിയ ഗ്രേഡുള്ള അഡസീവ് നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഒട്ടിച്ചെന്ന് വെച്ചോ, ഈ അഡസീവിനകത്തുള്ള വെള്ളം ഈ ഭിത്തിയിൽ പിടിച്ചെങ്കിൽ മാത്രമേ ഇത് പിടിക്കുള്ളൂ. ഞാൻ ഈ 2.5 അടി ഹൈറ്റ് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ അവിടെയും അപ്പൊ ചോദിക്കും അവിടെയും നമുക്ക് ഈ പറഞ്ഞ ഈ പ്രശ്നമില്ലെന്ന്. പക്ഷെ എന്താ ഇത്രയും ടൈൽസിന്റെ ലോഡ് ഓൾറെഡി അതിനകത്ത് താങ്ങുന്ന ഏറ്റവും അടിയിലത്തെ ടൈലിലാണ്, അതുകൊണ്ട് അതിന് പ്രശ്നം വരില്ല ഒരിക്കലും. അതൊരിക്കലും തട്ടി നിൽക്കുക, ഫ്ലോർ ഓൾറെഡി ടച്ച് ആണ്, അത് നിൽക്കുകയാണ്, അത് പിന്നെ ഒരു താഴോട്ട് പോകില്ല. ടൈൽസ് എല്ലാം സസ്പെൻഡഡ് ആണ്, അതൊരിക്കലും വാളിൽ പിടിക്കുക. ഇത് ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു വീട്ടിൽ ചെയ്തപ്പോൾ അവിടെ നിന്ന് 8 അടിക്കും ഉള്ള ഒരു അടിച്ചിരിക്കുക. ലാസ്റ്റ് അത് ഗ്രൈൻഡ് ചെയ്യേണ്ടി വന്നു. ഞാൻ എന്റെ നിർബന്ധം കൊണ്ടായി ഗ്രൈൻഡ് ചെയ്തേ. അപ്പൊ പുള്ളി പറഞ്ഞു, അപ്പൊ പെയിന്റർ പുള്ളിയുടെ ബന്ധുവായിട്ട് പുള്ളി പറഞ്ഞു അതല്ല അങ്ങനല്ല ചെയ്യുന്നത്, അത് കമ്പനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കമ്പനി പറയുന്നത് എന്താ, വാട്ടർ പ്രൂഫ് ആണ്, ഇത് വെള്ളം പിടിക്കാത്ത സാധനമാണ് പറയുന്നത്, ഇത് ടൈൽസ് പിടിക്കത്തില്ല, അതിനെ കുറിച്ച് അറിയുന്നില്ല. അപ്പൊ ഇവര് പറയുന്നത് മണ്ണ് വിതറിയാൽ മതി, സാൻഡ് വിതറി കഴിഞ്ഞാൽ ഇതിനകത്ത് ഗ്രിപ്പ് ഉണ്ടാവും, ഈ സാൻഡ് ഉൾപ്പെടെ ഇളകും. കാര്യം നമ്മൾ ഈ പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു ഇത് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് സാൻഡ് ഉൾപ്പെടെ ഇളയിപ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്തിട്ട് യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ട് നമുക്ക് ആവശ്യങ്ങൾക്ക് മാത്രം നമ്മൾ ഉപയോഗിക്കാം. കാരണം ടൈൽ അഡസീവ് എന്ന് പറയുന്നത് തന്നെ ഒരു വാട്ടർ പ്രൂഫിംഗ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. കാരണം അതിനകത്ത് റബ്ബർ ഉണ്ട്, അതിനകത്ത് ലാറ്റക്സ് ഉണ്ട്, സാൻഡ് ഉണ്ട്, അതിനകത്ത് ഓൾറെഡി വാട്ടർ പ്രൂഫിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ നല്ല ടൈൽ അഡസീവ് ഉപയോഗിക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ഉപയോഗിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. കാരണം വാട്ടർ പ്രൂഫിംഗ് എപ്പോഴും ലാസ്റ്റ് ലെയർ ഓഫ് ഡിഫൻസ് ആണ്, എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ആണ്. അതായത് സപ്പോസ് എല്ലാ പ്രിക്കോഷൻ കഴിഞ്ഞും ബാത്റൂം വെള്ളം പിടിക്കുന്നുണ്ടെങ്കിൽ വളരെ അധികം ഉപയോഗം ഇല്ലാത്ത ബാത്റൂംസിനകത്ത് ഈ പിടിക്കുന്ന വെള്ളം ലെസ് ഉപയോഗം ആയതുകൊണ്ട് അതിന് തിരിച്ച് ഇവാപ്പറേറ്റ് ചെയ്ത് പോകാനുള്ള സ്പേസും കിട്ടും. അന്നേരം ആ സാഹചര്യത്തിൽ ഈ നനവ് പുറത്തോട്ട് വരാൻ റെസിസ്റ്റ് ചെയ്യുന്നതാണ് വാട്ടർ പ്രൂഫിംഗ്. അല്ലാതെ വാട്ടർ പ്രൂഫിംഗ് ഒരിക്കലും ഒരു സൊല്യൂഷൻ അല്ല, അതൊരു ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആണ്. അപ്പോൾ അതിനെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യണം, അപ്ലൈ ചെയ്യാതിരിക്കരുത്. പക്ഷെ അതിനെ ഓവർ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും അമിതമായിട്ട് നമ്മൾ ഉപയോഗിക്കും. ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. രണ്ടാമത് നമ്മൾ ഈ പറഞ്ഞില്ല, ഇന്ന് കൂടുതലും താബൂക്കുകൾ വെച്ചാണ് വീടുകൾ കെട്ടാറ്, താബൂക്കുകൾ വെച്ചാണ് വീടുകൾ. ഈ ബ്രിക്ക് വെച്ച് കെട്ടുന്ന സാധാരണ കട്ടകൾ വെച്ച് കെട്ടുന്ന വീടുകളിലാണ് ഈ ഈർപ്പത്തിന്റെ പ്രസൻസ് പെട്ടെന്ന് അറിയാൻ പറ്റും. മറ്റേ താബൂക്കിനകത്ത് പെട്ടെന്ന് ഇത് അറിയാൻ പറ്റില്ല. കാരണം സിമെന്റിന്റെ ചൂട് കൊണ്ട് ഇത് ഒരു 2 വർഷം കഴിഞ്ഞിട്ട് ഇത് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ കട്ടയാണ്, ബ്രിക്ക് വെച്ചാണ്, സാധാരണ ബ്രിക്ക് വെച്ചാണ് നമ്മൾ കെട്ടുന്നെങ്കിൽ ഉറപ്പായിട്ട് 6 മാസം കൊണ്ട് ലീക്ക് കൊണ്ടേ അറിയാൻ പറ്റും. കാര്യം കട്ട പെട്ടെന്ന് വെള്ളം പിടിച്ചെടുക്കും. കാര്യം പക്ഷേ സിമെന്റ് കട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ ചൂട് നിൽക്കുന്നതുകൊണ്ട് അത് പെട്ടെന്ന് അത് റിമൂവ് ആയി മാറിക്കൊണ്ടേയിരിക്കും. സ്പേസ് ഉണ്ട്, അത് അതിനകത്ത് നിൽക്കുകയും ചെയ്യും. അപ്പൊ അത് ഒരു അടിസ്ഥാന ഘടകം തന്നെയാണ്. ഇനി പറഞ്ഞേ കോർണറിന്റെ കാര്യങ്ങൾ നമ്മൾ കമ്പൽസറി ആയിട്ട് ഉപയോഗിക്കുക. ഇനി ടൈൽ അഡസീവ് നമ്മൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് വാട്ടർ പ്രൂഫിംഗ് അല്ല ബാത്റൂമിനെ എങ്ങനെ ലീക്ക് പ്രൂഫ് ആക്കാം എന്നുള്ള ഡിസ്കഷൻ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ അഡസീവിലോട്ട് ഇന്ന് പോകുന്നില്ല. അഡസീവിന് ഞങ്ങൾ വേറൊരു ദിവസം വീണ്ടും സജിയെ ക്ഷണിച്ച് നമ്മൾ സജിയായിട്ട് ഡീപ്പായിട്ട് ഇതേപോലെ ഒരു കോൺവെർസേഷൻ നമുക്ക് ചെയ്യാം. അപ്പം ഇച്ചിരി എപ്പിസോഡ് നീണ്ടു പോയേക്കാം, പക്ഷേ ഇത് തീർച്ചയായിട്ടും ഇത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെതായ അല്ല ഇതിന്റെ ഒരു കാര്യം എപ്പിസോഡിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു 90% വീടിന്റെ പ്രശ്നമാണ്. കാര്യം നമ്മൾ നടക്കുന്ന ഒരു പുതിയ ഫ്രഷ് വർക്കിനകത്ത് ചെല്ലുമ്പോഴും ആദ്യം അവർ പറയുന്ന ബാത്റൂമിൽ വെച്ച് സിമെന്റ് കൂട്ടി ചെയ്യണമെന്ന് പറയും. പക്ഷെ സിമെന്റ് കൂട്ടി ചെയ്യല്ല, നമ്മൾ ചെയ്യേണ്ട വർക്ക് പ്രോപ്പർലി ചെയ്താൽ മതി. അതാണ് കാര്യം. അതായത് ഒരു ഫാക്ടർ അല്ല, പല ഫാക്ടേഴ്സ് ഉണ്ട് ബാത്റൂമിനകത്ത്. ഒരു മുറി ചെയ്യുന്ന പോലെ, ഒരു ഹോൾ ചെയ്യുന്ന പോലെ, സിറ്റ് ഔട്ട് ചെയ്യുന്ന പോലെ അല്ല ഒരു ബാത്റൂം ചെയ്യുന്നത്. കാരണം അവിടെ കെമിക്കൽ ഫ്ലോ ഉണ്ട്, അവിടെ വെള്ളത്തിന്റെ, നമുക്കറിയാം വെള്ളത്തിന്റെ ഒരു പ്രോപ്പർട്ടി ഏതൊരു പദാർത്ഥത്തിനെയും ചിലതിനെ പെട്ടെന്ന് ദ്രവിപ്പിക്കും, ചിലതിനെ സമയമെടുത്ത് ദ്രവിപ്പിക്കും. പക്ഷെ വെള്ളത്തിന് മാറ്റാൻ കഴിയാത്ത ഈ ഭൂമിയിൽ ഒന്നുമില്ല. അതുകൊണ്ട് വെള്ളത്തിനെ നമ്മൾ എപ്പോഴും പേടിക്കണം. ഇപ്പൊ വെള്ളത്തിന്റെ നിരന്തരം ഉപയോഗമുള്ള ഒരു സ്പേസ് ആണ് ഈ ബാത്റൂം എന്ന് പറയുന്നത്, അല്ലെ കിച്ചൺ സിങ്ക്. അതേപോലെ വേറൊരു ടോപ്പിക്കാണ്, വേറൊരു എപ്പിസോഡിലേക്ക് ഞങ്ങൾ വെച്ചേക്കോ. അപ്പം അതുകൊണ്ട് ഈ വെള്ളത്തിന്റെ പ്രസൻസും കണ്ടിന്യൂസ് സോപ്പ്, എണ്ണ, യൂറിൻ, പിന്നെ അതേപോലെ ഷാംപൂ, ടൈൽ ക്ലീനേഴ്സ്, ഹാർപിക്, ലൈസോൾ, സകല കെമിക്കൽസും വീടിന്റെ നമ്മൾ ഉപയോഗിക്കുന്ന ബാത്റൂംസിനകത്ത്. അപ്പം ബാത്റൂംസിനെ അതുകൊണ്ടാണ് ഇതിന്റെ പല ഫാക്ടേഴ്സ് ഉണ്ട് ഇതിനെ സുരക്ഷിതമാക്കാനുള്ള. ആ ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഒരു കാര്യം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രൈവസി എന്ന് പറയുന്ന സ്ഥലം ടോയ്ലറ്റ്സ്. കാര്യം ഒരു മനുഷ്യൻ ആകപ്പാട് ഒരു കുറച്ചു നേരം അവൻ ഒരു എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ട് വരുന്ന ഒരു ടൈം അവിടെ ഇരിക്കുമ്പോഴാണ് അവൻ പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത്. മനസ്സിലായി? അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മളിപ്പോ നോർമലി ഇത് കാണുന്നവരെല്ലാവരും ഒരു കാര്യമായിരിക്കും അവരവരുടെ വീടുകളിൽ ഇപ്പൊ ഉപയോഗിക്കുന്ന ടോയ്ലറ്റുകളിൽ ഇങ്ങനെയുള്ള പ്രശ്നമുണ്ടോ എന്നാന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഇത് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞ ഏകദേശം അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാര്യം 90% വീട്ടിലുണ്ട്. പക്ഷെ നമ്മൾ അത് എങ്ങനെയെങ്കിലും പരിഹരിച്ച് മാറ്റും. തൽക്കാലം എന്തെങ്കിലും ഇപ്പൊ തൽക്കാലം നമ്മൾ ചില ലീക്ക് ഉണ്ട്, നമുക്ക് തൽക്കാലം എന്തെങ്കിലും പേസ്റ്റ് അടയ്ക്കാമോ എന്ന് ചോദിക്കും. പക്ഷെ നമുക്ക് താൽക്കാലിക ശാന്തിയല്ല. നമ്മുടെ സ്വന്തം വീടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, പൂർണ്ണമായിട്ടാണ് മാറ്റുക എന്നുള്ളതാണ് ചെയ്യുക. പിന്നെ മാറ്റാൻ പറ്റും. കാര്യം ഇങ്ങനെയുള്ള ലീക്കുള്ള പരങ്ങളെ നമുക്ക് ഒരുപാട് രീതിയിൽ നമുക്ക് മാറ്റാൻ പറ്റും. അത് നമുക്ക് ഈ ദിവസം നമുക്ക് ചെയ്യാം. അപ്പം സജി ഇന്ന് വന്നതിനും ഈ സമയം ചെലവഴിച്ചു
ചെലവഴിച്ചതിന് വളരെയധികം നമുക്ക് വീണ്ടും ഇതുപോലത്തെ 2-3 ടോപ്പിക്സ് അർജന്റായിട്ട് ചെയ്യാൻ നമുക്ക് താങ്ക്സ്. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഐ ഹോപ്പ് എല്ലാ എപ്പിസോഡിനെ പോലെ എന്തെങ്കിലും പുതിയ അറിവും ഇൻസൈറ്റ്സും ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്ക് അറിയാവുന്നിടത്ത് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ്.